A very good morning to all. Today we are going to start a new semester. ഫിഫ്ത്ത് സെമിസ്റ്ററിൽ നിങ്ങളുടെ ഫസ്റ്റ് CA ക്ലാസ് ആണ്. അപ്പം കഴിഞ്ഞ 2 സെമിസ്റ്ററുകളായിട്ട് നിങ്ങൾ CAയിൽ EDPC എന്ന് പറയുന്നൊരു പേപ്പർ പഠിച്ചു, അല്ലാണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നൊരു പേപ്പറും പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് CAൻ്റെ ബാക്കി എങ്ങനെയാണ് കോഴ്സ് വരുന്നത്, അതിൽ മാർക്കിംഗ് എങ്ങനെയാണ്, ഇൻറ്റേർണൽ എങ്ങനെയാണ്, ലാബ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അതേ ഒരു സ്കീം തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന പേപ്പറിലും ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് ടോട്ടലി 4 hours ഉണ്ട്. 4 hourൽ 2 hour തിയറിയും 2 hour ലാബുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിൽ ലാബ് അവറും കൂടി തിയറി ആയിട്ട് തന്നെ എടുത്തിട്ട് പിന്നെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ലാബ് കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ കോഴ്സിലേക്ക്, നമ്മുടെ സബ്ജക്റ്റിലേക്ക് മെല്ലെ അങ്ങ് കിടക്കാം അല്ലേ. അപ്പം നിങ്ങൾ ഈ ക്ലാസ് കേൾക്കുന്ന മീൻസ് ഈ ക്ലാസ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ശരിക്കും 1 hour ക്ലാസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 1 hourൽ ചിലപ്പം ഈ ഒരു വീഡിയോ 30 minutes ഒക്കെ മാക്സിമം വരുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അറ്റൻഡൻസും കൂടി ഞാൻ ഇവിടെ നമ്മുടെ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മുടെ ക്ലാസ് അവർ ടൈമിൽ ആ ഒരു 1 hourൻ്റെ ഉള്ളിൽ നിങ്ങളത് മാർക്ക് ചെയ്യാം. ആ ഗൂഗിൾ ഫോമിൽ പോയിട്ട് ഫില്ല് ചെയ്യാം. അപ്പം ആ ഫില്ല് ചെയ്യുന്നവർക്ക് കറക്റ്റ് ഏത് ടൈമിലാണോ നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് അത് കറക്റ്റ് നോട്ട് ചെയ്യുന്നുണ്ട്, ടൈം സ്റ്റാമ്പ് ഉണ്ട്. അപ്പോൾ ആ ടൈമിൽ മാർക്ക് ചെയ്തവർക്ക് മാത്രമേ അറ്റൻഡൻസ് കിട്ടുള്ളൂ. നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ ജൂനിയേഴ്സിനെ പോലെയല്ല, നിങ്ങൾക്ക് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഇൻറ്റേർണലിനും ബാധിക്കും, അതുപോലെ തന്നെ നിങ്ങളെ ഓവറോൾ എക്സ്റ്റേണൽ എക്സാമിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് 2 വർഷമായിട്ട് അറിയാം, കൂടുതലൊന്നും പറയുന്നില്ല, എന്നാലും നിങ്ങൾ അതൊക്കെ നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്ന പേപ്പറിലേക്ക് നമ്മൾ കിടക്കാൻ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ മെയിൻലി നമ്മുടെ മൊഡ്യൂൾ 4 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് ഞാൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ സിലബസിൽ 4 മൊഡ്യൂൾസ് ഉണ്ട്. ഓരോ മൊഡ്യൂളും കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഇന്ന് പഠിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന മെയിൻ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ടോപ്പിക്സ് 1, എന്താണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഊപ്പ് എന്ന് പറയാം, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഓർ OOP ഊപ്പ്. പിന്നെ രണ്ടാമത് ഞാൻ എടുക്കുന്ന ടോപ്പിക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും പിന്നെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങുമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 3 ടോപ്പിക്സ് ആണല്ലോ. എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, എന്തൊക്കെയാണ് കൺസെപ്റ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസിക് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ 3rd സെമിസ്റ്ററിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ അതിൽ നിങ്ങൾ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ എന്താണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നോക്കാം അല്ലേ. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോട്ട് എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, എന്താണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1ൻ്റെ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ട്. എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ നോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ മെയിൻലി ഇറ്റ് ഡീൽസ് വിത്ത് ഒബ്ജക്ട്സ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ പേരിൽ പറയുന്ന പോലെ തന്നെ ഒബ്ജക്റ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് നോക്കാം. ഓക്കെ, so what is object oriented programming? An object oriented program deals with real world entities.
റിയൽ വേൾഡ് എൻറ്റിറ്റീസിനെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെയിൻലി കൺസിഡർ ചെയ്യുന്നത്. എന്താ ഒരു റിയൽ വേൾഡ് എൻറ്റിറ്റി എന്ന് പറയുന്നത്? എന്താ ഒരു ഒബ്ജക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡിൽ, അതായത് നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന വേൾഡിലാണ് നമ്മൾ റിയൽ വേൾഡ്, അതായത് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു വേൾഡ്. അപ്പോൾ നമ്മൾ ഈ വേൾഡിൽ നമ്മൾ കാണുന്ന, നമുക്ക് കാണാനും ടച്ച് ചെയ്യാനൊക്കെ പറ്റുന്ന വസ്തുക്കൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ്. ഓക്കെ, ഒബ്ജക്റ്റ് ഈസ് എനിത്തിങ് ഇൻ ദ റിയൽ വേൾഡ് ദാറ്റ് ഹാസ് സം പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ. ഒരു ഒബ്ജക്റ്റിന് പ്രോപ്പർട്ടീസും ഉണ്ടാവും, അതുപോലെ തന്നെ ബിഹേവിയറും ഉണ്ടാവും. നോട്ട്സിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കോളൂ, നോട്ടിലുണ്ടാവും. ഒബ്ജക്റ്റിൻ്റെ എക്സാമ്പിൾസ് ആണ് പെന്ന്, ബുക്ക്, ഇതൊക്കെ ഒബ്ജക്ട്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ മെയിൻലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്ട്സിനെയാണ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്ട്സിനെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനാണ് എന്ത് പറയുന്നത്? ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് എ മെത്തഡോളജി ദാറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസൈൻ എ പ്രോഗ്രാം യൂസിങ് ക്ലാസ്സസ് ആൻഡ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റ് മാത്രമല്ല, ഇതുപോലെയുള്ള ഒബ്ജക്ട്സിൻ്റെ ഗ്രൂപ്പിൽ നിന്ന് ക്ലാസ്സസും ഉണ്ട്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ വരുന്ന രണ്ട് കൺസെപ്റ്റ്സാണ്, ഒന്ന് ഒബ്ജക്റ്റും വേറൊന്ന് ക്ലാസ്സും. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, റിയൽ വേൾഡിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രോഗ്രാമിങ്ങിലേക്ക് എഴുതാം. അതായത് ഏതെങ്കിലും ഒരു ലാംഗ്വേജ്, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ജാവയും C++ൻ്റെ ബേസിക് നിങ്ങൾ തേർഡ് സെമിസ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം പഠിച്ചതായിരിക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒബ്ജക്ട്സ് എന്ന് പറയുന്നത് നമ്മൾ റിയൽ വേൾഡിൽ കാണുന്നത്. ഈ ഒബ്ജക്ട്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ക്ലാസ്സസും ഉണ്ടാവും, ഒബ്ജക്ട്സും ഉണ്ടാവും. ഇത്ര മാത്രം. ഓക്കെ, ഇനി നമ്മൾ തന്ന നോട്ട്സിലേക്ക് പോകാം. ഇത് തന്നെയല്ലേ പറയുന്നത്? നോക്ക്. An object means a real world entity such as pen, chair, table, computer, watch, etc. And object-oriented programming is a methodology to design a program using classes and object. Okay, ഇവിടെ ഇമ്പോർട്ടൻസ് എന്തിനാ? ക്ലാസ്സസിനും ഒബ്ജക്ട്സിനുമാണ്. ലാസ്റ്റത്തെ, ഇറ്റ് സിംപ്ലിഫൈസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് മെയിൻ്റനൻസ് ബൈ പ്രൊവൈഡിങ് സം കൺസെപ്റ്റ്സ്. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ മെയിൻലി നമ്മൾ റിയൽ വേൾഡിൽ കാണുന്ന സാധനത്തിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒബ്ജക്ട്സ് ആക്കിയിട്ട് അതിനെ ക്ലാസ്സസ് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഒരു ഇൻട്രഡക്ഷൻ. ജസ്റ്റ് നിങ്ങൾക്കെല്ലാം പോയിൻ്റ് വൈസ് എഴുതിയാൽ മതി. കാരണം നിങ്ങൾക്ക് 20 മാർക്കിലാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. അപ്പോൾ ജസ്റ്റ് എന്താണെന്നുള്ള എല്ലാം മനസ്സിലാക്കാൻ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്കാണ് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാകും ഒരു 8 ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ, ഇറ്റ് എംഫസിസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ. രണ്ടാമത്തത്, പ്രോഗ്രാംസ് ആർ ഡിവൈഡഡ് ഇൻ ടു വാട്ട് ആർ നോൺ എസ് ഒബ്ജക്ട്സ്. തേർഡ്, ഡാറ്റ സ്ട്രക്ചേഴ്സ് ആർ ഡിസൈൻഡ് സച്ച് ദാറ്റ് ദേ ക്യാരക്ടറൈസ് ദ ഒബ്ജക്റ്റ്. Fourth one, functions that operate on the data of an object and tied together in the data structure. Fifth one, data is hidden and cannot be accessed by external functions. Sixth, objects may communicate with each other through functions. Seventh one, new data and functions can be easily added whenever necessary. And eighth one follows bottom up in program design. Okay, അപ്പോൾ ഈ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇതെന്തായാലും ഈ 8 ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തായാലും അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് എന്താ നോക്കാം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഞാൻ പറഞ്ഞു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ നമ്മൾ ഒബ്ജക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സിന് എന്താ പറയുന്നത്? ഇറ്റ് എംഫസിസ് ഓൺ ഡാറ്റ റാദർ ദാൻ പ്രൊസീജിയർ. അതായത് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് അല്ലെ ഡാറ്റയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലാണ്ട് അതിൻ്റെ ഫംഗ്ഷനെയോ പ്രൊസീജിയറിനെയോ അല്ല. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? പ്രോഗ്രാംസിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്തിൻ്റെ ഫോമിൽ? ഒബ്ജക്ട്സിൻ്റെ ഫോമിൽ. ഇനി മൂന്നാമത്തെ എന്താ പറയുന്നത്? ഡാറ്റ സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുന്നത് എന്തിനെ ക്യാരക്ടറൈസ് ചെയ്യാനാണ്? ഒബ്ജക്ട്സിനെ. അപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആരാ? ഒബ്ജക്ട്സ് ആണ്. ഇനി നാലാമത്തെ പോയിന്റ്, ഫങ്ഷൻസ് ദാറ്റ് ഓപ്പറേറ്റ് ഓൺ ദ ഡാറ്റ ഓഫ് ആൻ ഒബ്ജക്ട്സ് ആർ ടൈഡ് ടുഗദർ ഇൻ ദ ഡാറ്റ സ്ട്രക്ചർ. അതായത് ഈ ഒബ്ജക്ട്സിനെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫങ്ഷൻസിനൊക്കെ ഡാറ്റ സ്ട്രക്ചർ വെച്ചിട്ട് എന്ത് ചെയ്യുന്നിട്ടുണ്ട്? ടൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡാറ്റ സ്ട്രക്ചറും ഫങ്ഷനും ഒബ്ജക്റ്റൊക്കെ എങ്ങനെയാണ് ഒരു ഡാറ്റയെ ഇങ്ങനെ ടൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇനി അഞ്ചാമത്തത്, ഡാറ്റ ഈസ് ഹിഡൻ ആൻഡ് കനോട്ട് ബി ആക്സസ്ഡ് ബൈ എക്സ്റ്റേണൽ ഫങ്ഷൻസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് ആണ്. ഡാറ്റയെ നമുക്ക് പെട്ടെന്ന് തന്നെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാനൊന്നും പറ്റില്ല, അത് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആറാമത്തെ, ഒബ്ജക്ട്സ് മേ കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ ത്രൂ ഫങ്ഷൻസ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് വേറൊരു ഒബ്ജക്റ്റിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ്
ഫങ്ഷൻസ് ആണ്. ഏഴാമത് പുതിയ ഡാറ്റാസും അതുപോലെ തന്നെ ഫങ്ഷൻസും നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ലാസ്റ്റത്തെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണിത് ഫോളോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൊമേഴ്സിൽ കുറേ ടേംസ്, അക്കൗണ്ടിങ്, ടാലി എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും തേർഡ് സെമസ്റ്റർ ഞാൻ പഠിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരുന്ന കുട്ടികൾക്ക് എന്ന് വെച്ചാൽ പ്രോഗ്രാമിങ്ങിലേക്ക് കുറച്ച് പേടിയാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കുന്ന ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് തിയറീസാണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ തിയറികൾ എന്ന് പറയുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഇങ്ങനെ പഠിച്ചേ പറ്റുള്ളൂ. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഓരോന്നും മീനിങ്, അതായത് 1 to 8 വരെയുള്ള ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ മീനിങ് എന്താണെന്ന് ജസ്റ്റ് മനസ്സിലാക്കി എഴുതുക, പഠിക്കുക, അത്ര തന്നെ. വേറെ കൂടുതലായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഇനി ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി മൂന്നാമത്തത് ദ ബേസിക് ഊപ്പ് കൺസെപ്റ്റ്സ്. ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഞാൻ എന്താ പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എല്ലാത്തിനെയും ഒബ്ജക്റ്റിൻ്റെ ബേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാം പഠിക്കുന്നതിന് മുന്നേ വേറെയും കുറേ പ്രോഗ്രാമിങ്ങുകളൊക്കെ ഉണ്ട്. അതിന് പ്രൊസീജിയർ ഓറിയൻറ്റഡ് എന്നൊക്കെ പറയും. അപ്പോൾ അത് പഠിച്ചിട്ട് ആണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾക്കൊരു കമ്പാരിസൺ പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മാത്രമേ പഠിക്കാനുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മറ്റേതിനെ കുറിച്ച് ഞാൻ പിന്നെയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇമ്പോർട്ടൻസ് ക്ലാസ്സിനും ഒബ്ജക്റ്റിനാണെന്ന് നോക്കുക. പിന്നെ ഇതിൽ വരുന്ന ആ ക്യാരക്ടറിസ്റ്റിക്സ് 8 ജസ്റ്റ് വായിച്ചൊന്നും കൂടി നോക്കുക. എന്നിട്ട് ക്ലിയർ ആവുന്നില്ല, പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഇനി ജസ്റ്റ് അതിൻ്റെ മീനിങ് ഒക്കെ നിങ്ങൾക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. എന്നാലും ഇനി അടുത്തതെന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സുകളാണ്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ വരുന്നതാണ് C++ ലാംഗ്വേജും ജാവയൊക്കെ. ഇതിൻ്റെ എക്സാമ്പിളായിട്ട് നിങ്ങൾ തേർഡ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. C++ഉം ജാവയൊക്കെ ഇതിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഈ C++ അല്ലെങ്കിൽ ജാവയിലേക്ക് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് കുറച്ച് കൺസെപ്റ്റ്സ് വെച്ചിട്ടാണ്. ആ കൺസെപ്റ്റ്സാണ് ക്ലാസസ്, ഒബ്ജക്ട്സ്, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻക്യാപ്സുലേഷൻ ആൻഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അപ്പോൾ 6 ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കൺസെപ്റ്റാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒബ്ജക്റ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ്സ് എ റിയൽ വേൾഡ് എൻറ്റിറ്റി ദാറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ എൻറ്റിറ്റീസ്. അതായത് റിയൽ വേൾഡിൽ നമ്മൾ കാണുന്ന ഓരോ വസ്തുക്കളെയും അല്ല ഓരോ എൻറ്റിറ്റീസിനും പറയുന്ന പേരാണ് എന്ത്, ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഒരു പ്രോപ്പർട്ടിയും കൂടി ഉണ്ട്. An entity that has state and behavior is known as object. ഒരു എൻറ്റിറ്റി, അതായത് നമ്മൾ റിയൽ വേൾഡ് കാണുന്ന ഏതൊരു എൻറ്റിറ്റിക്കും ഒരു സ്റ്റേറ്റും ഒരു ബിഹേവിയറും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, ഒബ്ജക്റ്റ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ഒരു സ്റ്റേറ്റ്, എന്താണ് ഒരു ബിഹേവിയർ എന്ന് പറഞ്ഞുതരാം. അപ്പം നമ്മൾ നേരത്തെ കുറേ എക്സാമ്പിൾ പറഞ്ഞു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പെണ്ണെന്ന് പറയുന്ന ഒരു എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ബുക്ക് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒബ്ജക്റ്റിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റും ഉണ്ടാവണം, അതുപോലെ തന്നെ ബിഹേവിയറും ഉണ്ടാവണം എന്ന് പറഞ്ഞു. സ്റ്റേറ്റും വേണം, ബിഹേവിയർ. അപ്പോൾ എന്താ ഒരു സ്റ്റേറ്റ്, എന്താ ഒരു ബിഹേവിയർ? സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു പെന്നിൻ്റെ പ്രോപ്പർട്ടി, അതായത് നമ്മൾ പെന്നിൻ്റെ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങൾ, അതായത് പെന്നിൻ്റെ കളറ്, പെന്നിൻ്റെ ഷേപ്പ്, പെന്നിൻ്റെ സൈസ്, അതിനൊക്കെയാണ് നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ്, കളറ്, അതുപോലത്തെ കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പിന്നെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ്. ഇനി ബിഹേവിയർ എന്ന് പറയുന്നത് അതിൻ്റെ ഫങ്ഷൻസിനാണ്, അതായത് എന്തൊക്കെ ഫങ്ഷൻസാണ് ആ ഒരു ഒബ്ജക്റ്റ് ചെയ്യുന്നത്, എന്ത് ഫങ്ഷനാണ് ചെയ്യുന്നത്. പെൻ ഈസ് യൂസ്ഡ് ഫോർ റൈറ്റിംഗ്. എന്തിനാ പെന്നെ യൂസ് ചെയ്യുന്നത്? റൈറ്റിംഗ് പർപ്പസിനല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അതിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ബിഹേവിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ബിഹേവിയർ. നമ്മൾ ഒരു പെന്നാണ് എടുക്കുന്നതെങ്കിൽ പെന്നിൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ ഒരു സ്റ്റേറ്റായിട്ട് എടുക്കാം. ഓക്കെ, അതിൻ്റെ ബിഹേവിയറായിട്ട് റൈറ്റ്, അതിൻ്റെ ഫങ്ഷനാണ് നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറമേ കാണുന്ന അതിൻ്റെ കളറ്, ഹൈറ്റ്, സൈസ്, ഷേപ്പ്, അതിനൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്, സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയേ ഉള്ളൂ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് റിയൽ വേൾഡ് കാണുന്ന ഒരു എൻറ്റിറ്റിയാണ്. അത് ഓരോ എൻറ്റിറ്റീസും ഡിഫറെൻ്റ് ആയിരിക്കും. ഇതുപോലെയുള്ള എൻറ്റിറ്റീസിന് ഒരു സ്റ്റേറ്റും ഉണ്ടാവും, ബിഹേവിയർ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസ്. ഇനി എക്സാമ്പിൾ ഓഫ് ഒബ്ജക്ട്സ് ആണ് പെന്ന്, ചെയർ, ടേബിൾ, കമ്പ്യൂട്ടർ, വാച്ച്, എക്സെട്ര. ഓക്കെ, ഇനി അടുത്ത ക്ലാസ് ഈസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് എ ലോജിക്കൽ ഒബ്ജക്റ്റ്.
അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു പെന്നെന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പെന്ന് തന്നെ പല ടൈപ്പ് പെൻസ് ഉണ്ടാവില്ലേ. ഇങ്ക് പെൻ ഉണ്ടാവും, ബോൾ പോയിൻറ്റ് പെൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പെൻസ് ഉണ്ടാവും. ഇതുപോലെയുള്ള പെന്നുകളുടെ അല്ലെങ്കിൽ ഒബ്ജക്ട്സുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, എ ക്ലാസ് ഓൾസോ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ്സ് എ ബ്ലൂ പ്രിൻറ്റ് ഫ്രം വിച്ച് യു ക്യാൻ ക്രിയേറ്റ് ആൻ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റ്. ഓക്കെ, അതായത് ക്ലാസ്സിനെ നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് എന്നും കൂടി പറയാം. കാരണം എന്താ, അതായത് നമുക്കൊരു ക്ലാസ്സിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു പെന്നുകളുടെ കളക്ഷനെ നമുക്ക് ഒരു ക്ലാസ് ആയിട്ട് എടുക്കാം. അത് ഒരു പെന്നെന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതുപോലെ ഒരുപാട് ടൈപ്പ് ഓഫ് പെന്നിനെ നമുക്ക് കൂട്ടി അതിനെ ക്ലാസ് എന്ന് പറയാം. അപ്പോൾ ഈ ഒരുപാട് പെന്ന് നമ്മൾ ഒരു ബോൾ ഇട്ട് വെച്ചിരിക്കുക, അപ്പോൾ അതിനൊരു ക്ലാസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ആ ഒരു ബോളിൽ നിന്ന് നമ്മൾ ഒരു പെന്ന് എടുക്കുകയാണെങ്കിൽ അതിനൊരു ഒബ്ജക്റ്റായിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ. അതാണ് ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. എ ക്ലാസ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ബ്ലൂ പ്രിൻറ്റ് ഫ്രം വിച്ച് യു ക്യാൻ ക്രിയേറ്റ് ആൻഡ് ഒരു ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റിനെ നമുക്ക് എടുക്കാം. വേറൊരു എക്സാമ്പിളായിട്ട് ഇതിൽ പറയുന്നത് എന്താ, ക്ലാസിൻ്റെ ഫ്രൂട്ടാണ്. അതായത് ഫ്രൂട്ട് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ഫ്രൂട്ട് ഈസ് എ ക്ലാസ്. ഫ്രൂട്ട് എന്ന് പറയുന്ന ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിൽ എന്തൊക്കെ വരാം, മാംഗോ വരാം, ആപ്പിൾ വരാം, ഓറഞ്ച് വരാം. അപ്പം ഈ മാംഗോ, ആപ്പിൾ, ഓറഞ്ച് എന്ന് പറയുന്ന ഓരോ ഒബ്ജക്ട്സാണ്. ഈ ഒബ്ജക്ട്സിൻ്റെ കളക്ഷനാണ് എന്ത്, ഫ്രൂട്ട് എന്ന് പറയുന്ന ക്ലാസ്. ക്ലിയർ ആയില്ലേ. ഇതാണ് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ. അതായത് ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൂട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റുകളായിരിക്കും ആര്, മാംഗോ, ആപ്പിൾ, പൈനാപ്പിൾ എക്സെട്ര. ഓക്കെ, അപ്പം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ് റിയൽ വേൾഡിലെ. അതുപോലുള്ള എൻറ്റിറ്റീസിൻ്റെ കളക്ഷനാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റാണ് എൻക്യാപ്സുലേഷൻ. ഓക്കെ, നമ്മൾ പ്രോഗ്രാമിലേക്ക് എഴുതുമ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ പ്രോഗ്രാമിൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ അതിൽ ക്ലാസ് ഒബ്ജക്റ്റ് വേണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ ക്ലാസ്സിനെയും ഒബ്ജക്റ്റിനെയും നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് പ്രോഗ്രാമിലേക്ക് എഴുതുന്ന ആ പ്രോസസ്സിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംഗ്ലീഷിൻ്റെ ടേമിലേക്ക് നമ്മൾ പറയുകയാണെങ്കിൽ എങ്ങനെ പറയും, ഇറ്റ്സ് എ റാപ്പിംഗ് അപ്പ് ഓഫ് ഡാറ്റ ആൻഡ് ഫങ്ഷൻസ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് ഈസ് കോൾഡ് ആസ് ഫങ്ഷൻ. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡാറ്റയും ഫങ്ഷൻസിനെയും ഒക്കെ ഒന്നിച്ച് ഒരു ഫോമിലേക്ക് മാറ്റുന്നതിനാണ് എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗുളിക മീൻസ് നമ്മൾ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടാബ്ലറ്റുകൾ, ഇപ്പോൾ പനീൻ്റെ ഒരു ടാബ്ലറ്റ്, ജലദോഷത്തിന്, അങ്ങനെ കുറേ ടാബ്ലറ്റുകൾ നമ്മൾ കഴിക്കുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഒബ്ജക്റ്റുകളാണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ്സസ് ആണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഒരു ക്യാപ്സ്യൂൾ ഫോമിലേക്ക് മാറ്റുന്ന പറഞ്ഞാൽ ഒരു ക്യാപ്സ്യൂൾ നമ്മൾ കുടിക്കുന്നതും ഒരു സാധാ ഗുളികയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ, ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ ഒരുപാട് ക്ലാസ്സസും ഒബ്ജക്ട്സും, അതായത് വേറെ കുറേ ഗുളികകളുടെ അല്ല കുറേ ഐറ്റംസിൻ്റെ കളക്ഷനായിരിക്കും ഒരു ക്യാപ്സ്യൂളിൽ ഉണ്ടാകുക. കുറേ മണിമണിയായിട്ട് കാണുന്നില്ലേ. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ ഒരു ക്യാപ്സ്യൂളാണ് ഒരു എൻക്യാപ്സുലേഷൻ്റെ ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. എൻക്യാപ്സുലേഷൻ വെച്ചാൽ കുറേ ഡാറ്റയും ഫങ്ഷൻസൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഫോമിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, എൻക്യാപ്സുലേഷൻ. ഇനി അടുത്തതാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ. അല്ല അബ്സ്ട്രാക്റ്റ് വ്യൂ എന്നൊക്കെ നിങ്ങൾ കുറേ കൊമേഴ്സിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ അബ്സ്ട്രാക്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും. അബ്സ്ട്രാക്റ്റ് കോൺക്രീറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അബ്സ്ട്രാക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ മൊബൈൽ ഫോണിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയാണ്. ഇപ്പോൾ അറിയില്ല, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുന്നു, എനിക്ക് കിട്ടുന്നുണ്ട്, ഞാനിത് നിങ്ങൾക്ക് തിരിച്ച് റിപ്ലൈ ചെയ്യുന്നുണ്ട്. ശരിക്കും ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ കുറേ ഇൻറ്റേർണലായിട്ട് കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പം വോഡഫോണിലാണ് വോഡഫോണിൻ്റെ സിം വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ കരിയറും നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണിൽ ഇപ്പോൾ ഐഡിയ ആണെങ്കിൽ ആ കരിയറും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ സിഗ്നൽ പാസ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ഉള്ളിൽ കുറേ ഫങ്ഷനാലിറ്റീസ് നടക്കുന്നുണ്ട് ഇല്ലേ. പക്ഷെ നമ്മൾ ഇതൊക്കെ അറിയുന്നുണ്ടോ ഇല്ല. നമ്മൾ ജസ്റ്റ് മെസ്സേജ് അയക്കുന്നു, നമ്മൾ മെസ്സേജ് റീഡ് ചെയ്യുന്നു, അപ്പുറത്തുള്ള ആൾ മെസ്സേജ് റീഡ് ചെയ്യുന്നു, മെസ്സേജ് അയക്കുന്നു. അപ്പോൾ അവർക്ക് സിമ്പിളാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ സെറ്റപ്പ് എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം ഡാറ്റ അബ്സ്ട്രാക്ഷൻ വെച്ചിട്ടാണ് എന്താക്കുന്നത്, ഇത്രയും സ്മൂത്ത് ആക്കുന്നത്. ലൈക്ക് നമ്മളുടെ ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്തിട്ട് യൂസറിന് വേണ്ട മാത്രം പുറത്തേക്ക് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹൈഡിങ് ദ ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ആൻഡ് ഷോയിങ് ഫങ്ഷണാലിറ്റി ഈസ് നോൺ ആസ് അബ്സ്ട്രാക്ഷൻ. ഓക്കെ, അതായത് ഇൻറ്റേർണൽ ഡീറ്റെയിൽസ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫങ്ഷണാലിറ്റി മാത്രം തരുന്നതിനാണ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ല? അതിന് വലിയ എക്സാമ്പിൾ ഇതിനില്ല. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ ഫോൺ കോൾ പറഞ്ഞു. അതായത് നമ്മൾ ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മളെങ്ങനെയാണ് നമ്മൾ സംസാരം അങ്ങോട്ടേക്ക് എത്തുന്നത്, എങ്ങനെയാണ് സിഗ്നൽ പാസ് ചെയ്യുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ. ഓക്കെ, അപ്പം ഈ 4 പോയിൻറ്റ്സ് ക്ലിയർ ആയി കാണുമല്ലോ. എന്താ ഒബ്ജക്റ്റ്, എന്താ ക്ലാസ്, എന്താ അബ്സ്ട്രാക്ഷൻ ആൻഡ് എന്താ എൻക്യാപ്സുലേഷൻ എന്നുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എനിക്ക് വാട്സപ്പ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇനി അടുത്തതാണ്
അഞ്ചാമത്തെ പോയിന്റ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെറിയ ക്ലാസ് തൊട്ടേ ഫിസിക്സ് മീൻസ് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ വേറൊരാളുടെ പ്രോപ്പർട്ടി നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളടുത്ത് തന്നെ പലരും എന്നെ കാണുമ്പോൾ അച്ഛനെ പോലെ ഉണ്ട്, അമ്മ അല്ലെങ്കിൽ നിൻ്റെ ക്യാരക്ടർ അങ്ങനെ അയാളുടെ ആണെന്നൊക്കെ പറയാറില്ലേ. അത് നമ്മൾ ആൻസിസ്റ്റേഴ്സിനെ വെച്ച് അവർ കമ്പയർ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതെന്താ ശരിക്കും നമ്മൾ വേറെ ആരുടെയും ഒരു പ്രോപ്പർട്ടി നമ്മളിലേക്ക് കൂടി എത്താണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. വെൻ വൺ ഒബ്ജക്റ്റ് അക്വയർസ് ഓൾ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ബിഹേവിയർ ഓഫ് പാരൻ്റ് ഒബ്ജക്റ്റ് ഈസ് നോൺ ആസ് ഇൻഹെറിറ്റൻസ്. അപ്പോൾ നമ്മൾ ഒരു ചൈൽഡ് അയാളുടെ പാരൻറ്റിൽ നിന്ന് പ്രോപ്പർട്ടീസ് ഇൻഹെറിറ്റ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ശരിക്കും ഇൻഹെറിറ്റൻസിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പ്രോഗ്രാമിങ്ങിൽ കോഡ് റീയൂസബിലിറ്റിയാണ്. അത് അച്ഛൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് കിട്ടുകയെന്ന് പറയുന്നത് അതിൻ്റെ ഒരു കോപ്പിയല്ലേ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് പിന്നെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു. സെയിം കോപ്പി തന്നെ നമ്മൾ പിന്നെ ഉപയോഗിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിനാണ് ഇറ്റ് പ്രൊവൈഡ്സ് കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റത്തെ പോയിന്റ് പോളിമോർഫിസം. പോളിമോർഫിസം എന്ന് പറയുന്നത് ശരിക്കും പോളി ആൻഡ് മോർഫ് എന്ന് പറയുന്നത് രണ്ട് പേരിൻ്റെ കോമ്പിനേഷനാണ്. പോളി എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. അത് നമ്മൾ മെനി എന്നും പറയും. മോർഫ്സ് എന്ന് പറഞ്ഞാൽ ഫോംസ് എന്നാണ് പറയുക. അപ്പോൾ പോളിമോർഫിസം എന്ന് വെച്ചാൽ മെനി ഫോം. അതായത് ഒരാൾക്ക് തന്നെ ഒരു ഒബ്ജക്റ്റിന് തന്നെ ഒന്നിൽ കൂടുതൽ ഫോമിൽ നിൽക്കാൻ പറ്റുന്നതിനാണ് എന്ത് പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് C++ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ജാവ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമാണ്. അപ്പോൾ C++ പ്രോഗ്രാമിങ്ങിൽ ഈ പോളിമോർഫിസം എന്ന് പറയുന്നത് അക്വയർ ചെയ്യുന്നത് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും യൂസ് ചെയ്തിട്ടാണ് എന്നൊരു പോയിന്റ് കൂടി ലാസ്റ്റ് പറയുന്നുണ്ട്. അത് എന്താണ് ഫംഗ്ഷൻ ഓവർലോഡിങ്, എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് നിങ്ങൾ നോക്കി അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുകയേ വേണ്ട. നിങ്ങൾക്ക് ജസ്റ്റ് ഇത് മാത്രം നോക്കാം. പോളിമോർഫിസം എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിന് ഒന്നിൽ കൂടുതൽ ഫോമിൽ നിൽക്കാൻ പറ്റുന്നതിനാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഫംഗ്ഷൻ ഉണ്ട് അഡീഷൻ എന്ന് പറയുന്നത്. അതായത് അഡീഷൻ എന്ന് വെച്ചാൽ എന്താ, കൂട്ടുക. ഓക്കെ, അപ്പോൾ അഡീഷൻ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അഡീഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം, അതായത് രണ്ട് നമ്പർ തമ്മിൽ ആഡ് ചെയ്യാം, രണ്ട് നെയിം തമ്മിൽ ആഡ് ചെയ്യാം ഇല്ലേ. രണ്ട് നെയിം തമ്മിൽ ആഡ് ചെയ്യുന്ന വെച്ചാൽ രണ്ടിനും കൂട്ടിയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ലേ. അപ്പോൾ ചെയ്യുന്നത് അഡീഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണെങ്കിലും ചെയ്യുന്നത് നമ്പറിലും ചെയ്യുന്നുണ്ട്, ക്യാരക്ടറിലും ചെയ്യുന്നുണ്ട്, വേറെ എന്തെങ്കിലും അതിലും നമുക്ക് ചെയ്യാം. അപ്പോൾ സെയിം ഒബ്ജക്റ്റ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സെയിം ടൈപ്പിലുള്ള ഡിഫറെൻറ്റ് ഫങ്ഷനാലിറ്റീസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എഴുതിയ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ എക്സാമ്പിളാണ് C++ഉം ജാവയും. ഓക്കെ, C++ഉം ജാവയും ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൻ്റെ എക്സാമ്പിളാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് റിയൽ വേൾഡ് എൻറ്റിറ്റീസിലെ ഒബ്ജക്ട്സിനാണ് ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാം ക്ലാസിൻ്റെയും ഒബ്ജക്റ്റിൻ്റെ ഫോമിലായിരിക്കും. പിന്നെ ഒരു 8 ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞു. പിന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് കൺസെപ്റ്റായ ക്ലാസ്, ഒബ്ജക്റ്റ്, എൻക്യാപ്സുലേഷൻ, ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, ഇത്രയും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലാസ് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. പിന്നെ അറ്റൻഡൻസ് മറക്കാതെ മാർക്ക് ചെയ്യാം. ഇനി ശരിക്കും നമുക്ക് 2 ടോപ്പിക്കും കൂടിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ തന്നെ കംപ്ലീറ്റ് ആവും. എല്ലാം സിമ്പിൾ ടോപ്പിക്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം വാട്സപ്പിൽ. ഓക്കെ, താങ്ക് യു.